ഹായ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഡീകോഡേഴ്സ് ആണ്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ളതാണ്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീകോഡേഴ്സ് ആണ്. എന്താണ് ഡീകോഡർ എന്നും അതിന്റെ ഡിഫറെന്റ് ടൈപ്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പേര് കണ്ടാൽ തന്നെ അറിയാം അല്ലെ, സോ ഡി കോഡ്, ഒരു കോഡിനെ ഡീകോഡ് ചെയ്തെടുക്കുക. കേട്ടിട്ടുണ്ടാവില്ലേ ഡീകോഡിംഗ് കേട്ടിട്ടുണ്ടോ? അപ്പം ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? സോ ഡിറ്റക്ട് എ പ്രസൻസ് ഓഫ് എ സം ഇൻപുട്ട് കോമ്പിനേഷൻ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ നമ്മുടെ ഇൻപുട്ട് സൈഡിൽ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ബൈനറി ഇൻപുട്ട് കോഡ്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു കോഡ് വന്നാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ലൈൻ ഉണ്ട്. ഓക്കെ, അതായത് ഉദാഹരണത്തിന് 1001 എന്നൊരു ഇൻപുട്ട് വന്നു വിചാരിക്കുക. അപ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് ലൈൻ, അല്ലെങ്കിൽ 1111 ആണെന്ന് വിചാരിക്കുക, 41 ആണെന്ന് വിചാരിക്കുക. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേറൊരു സ്പെസിഫിക് ലൈൻ. സോ ഇതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സൈഡിൽ വരുന്ന ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ, ഒരു ഇൻപുട്ട് കോമ്പിനേഷനെ ഡിറ്റക്ട് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഔട്ട്പുട്ട് ലെവൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ബേസിക് ഫംഗ്ഷൻ ഓഫ് എ ഡീകോഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടു ഡിറ്റക്ട് ദ presence of a some specific input combination and indicate its presence in output level. So with a specific output level, a specific output level is determined അതിന്റെ presence indicate ചെയ്യും. ഓക്കെ, ഇതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു ഡീകോഡറിന് മാക്സിമം ഇൻപുട്ട് കോമ്പിനേഷൻ n ഇൻപുട്ട് കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ ഇൻപുട്ട് കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ അതിന് ആ ഡീകോഡറിന് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള മാക്സിമം ഔട്ട്പുട്ട് കോമ്പിനേഷൻ അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് ലൈൻ എന്ന് പറയുന്നത് 2n ആയിരിക്കും. ഇത് മാക്സിമം ആണ്. സോ n ഇൻപുട്ട് കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ മാക്സിമം 2n ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലൈൻസ് ഇവിടെ കാണിക്കും ഒരു ഡീകോഡറിന്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഡീകോഡർ എന്താണെന്നുള്ളതിന് ഒരു എക്സാമ്പിൾ. അപ്പം ഏതെങ്കിലും ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ നമ്മുടെ ഇൻപുട്ട് ഭാഗത്ത് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാം, അതുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഡീകോഡറിന്റെ ഫംഗ്ഷൻ. ഒരു n ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീകോഡറിന്റെ ഇൻപുട്ട് ഭാഗത്ത് n ബിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് ലൈൻ എത്രയാണ്? 2n ആണ്. അത് മാക്സിമം ആണ്, അതിൽ കുറയാനേ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഡീആക്ടിവേറ്റ് അല്ലെങ്കിൽ ഡോണ്ട് കെയർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻപുട്ട് സൈഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം കോമ്പിനേഷൻ 2n എന്നും ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കുറയും. മാക്സിമം ആണ് maximum output combination. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഒരു ഡീകോഡർ എന്താണെന്നുള്ളതിന് എക്സാമ്പിൾ. സാധാരണ നമ്മൾ ഡീകോഡറിനെ n to m ലൈൻ ഡീകോഡർ എന്നാണ് പറയാ. n ഇൻപുട്ട് ലൈനും m ഔട്ട്പുട്ട് ലൈനും. ഓക്കെ, ഈ m ന്റെ വാല്യൂ m always less than or equal to 2n ആയിരിക്കും. ഓക്കെ, മാക്സിമം ആണ് 2n, അതിനെക്കാട്ടും ലെസ് ദാൻ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കും m ന്റെ വാല്യൂ. സോ നമ്മളൊരു ഡീകോഡറിനെ ബേസിക്കലി പറയാം n/m ഡീകോഡർ, n/m ലൈൻ ഡീകോഡർ എന്നാണ് എന്ത് ചെയ്യുക സാധാരണ പറയാം. ഇപ്പൊ ഡീകോഡറിന്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. എക്സാമ്പിൾസ് ആണ് 2 to 4 ഡീകോഡർ, അല്ലെ, 2 ഇൻപുട്ട് ലൈൻ, മാക്സിമം 4 ഔട്ട്പുട്ട് ലൈൻ, 2n എന്ന് പറഞ്ഞാൽ 2 ആണ്, 4 മാക്സിമം. വേറെ ഒന്നാണ് 3 to 8, 2 ആണ് 8 എന്ന് പറയുന്നത്, വേറെ കോമ്പിനേഷൻ ആണ്. വേറൊരു കോമ്പിനേഷൻ ആണ് 4 to 16 ഡീകോഡർ. ഇങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക് ഈ ഡീകോഡറിന്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഇൻപുട്ടും എത്ര ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് ആണ്. ഈസിയാണ്. ഒരു 2 to 4 കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 to 8 4 to 16 അതൊന്ന് നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഡീകോഡർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ലൈൻ. അങ്ങനെ എത്ര ഇൻപുട്ട് ലൈൻ കോമ്പിനേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ അതിന് ഓരോന്നിനും എന്തുണ്ടാവും? ഓരോ ഔട്ട്പുട്ട് ലൈൻ ഡിഫറെന്റ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് മാക്സിമം 2n ഔട്ട്പുട്ട് ലൈൻസ് വരാനുള്ള കാരണം. ക്ലിയർ ആണോ? ഇനി ഒരു എക്സാമ്പിൾ ഒരു ഡീകോഡർ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. എനിക്കിപ്പം ഒരു 1001 എന്നുള്ള ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ ഇതിന്റെ ഒരു കോഡാണ്.
ഇതാണ് ഇവിടുത്തെ കോഡ് എന്ന് പറയുന്നത് 1001 എന്നുള്ളത്. അപ്പൊ ഈ 1001 എന്നുള്ള കോഡ് ഇതിന്റെ ഇൻപുട്ട് ഭാഗത്ത് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു എക്സാമ്പിൾ. സോ ഒരു ബൈനറി ഡീകോഡറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ബേസിക് ബൈനറി ഡീകോഡർ. ഒരു ബേസിക് ബൈനറി ഡീകോഡർ ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കോഡാണ് എന്ത്, ബൈനറി അല്ലെങ്കിൽ ഇൻപുട്ട് ഭാഗത്തിന്റെ കോഡാണ് 1001 എന്നുള്ളതിന്. അതിന് പ്രൊപ്പോർഷൻ ആയിട്ട് ഈ ഒരു സ്പെസിഫിക് ഇൻപുട്ട് വന്നാൽ ഈ ഔട്ട്പുട്ട് ലെവലിൽ ഒരു 1 പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ഇതിന്റെ പ്രോബ്ലം. ഞാൻ അതിന്റെ ഒരു സർക്യൂട്ടോടെ വരക്കാൻ തൽക്കാലം. ഞാൻ 4 കോമ്പിനേഷൻസ് ഉണ്ട്. ഞാനിവിടെ ഈ ഡീകോഡർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ആൻഡ് ഗേറ്റ് ആണ്. അതിന്റെ ഒരു ആൻഡ് ഗേറ്റ് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡീകോഡർ ഈ ഒരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ നോക്കാനാണ്. സോ ഒരു ആൻഡ് ഗേറ്റ്, ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1001 എന്നുള്ള 4 ഇൻപുട്ട് ഈ ഒരു കോമ്പിനേഷൻ മാത്രം വന്നാൽ 1 പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഈ കോമ്പിനേഷന് മാത്രം 1 പ്രൊഡ്യൂസ് ചെയ്യുക ഈ ആൻഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആൻഡ് ഗേറ്റ്. ഇതല്ലാത്ത ബാക്കി ഏത് കോമ്പിനേഷൻ വന്നാലും എന്ത് ചെയ്യണം, 0 എന്നുള്ള ഒരു കോമ്പിനേഷൻ എനിക്ക് അല്ലെങ്കിൽ 0 എന്നുള്ള റിസൾട്ട് ആയിരിക്കും എനിക്ക് ഇവിടെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഡീകോഡർ ഈ ഒരു 1001 എന്നുള്ള കോഡിനുള്ള ഡീകോഡർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അതെങ്ങനെയാ നോക്കാം. ഞാനിത് 4 ഇൻപുട്ട് ആണ്, 1001 എന്നുള്ള 4 ഇൻപുട്ട് ആണ്. ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആവുന്നത് എപ്പോഴാണ്, when all its input are 1. അല്ലെ, എല്ലാ ഇൻപുട്ടും 1 ആകുമ്പോൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഒരു ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ. സോ ഇറ്റ് ഈസ് 1. ഇതൊക്കെ ഞാൻ ഇൻപുട്ടിന് എ എന്ന് വിളിക്കും. അപ്പം ആൻഡ് ഗേറ്റിന്റെ എല്ലാ ഇൻപുട്ടും 1 ആണ്. പിന്നെ ഒരു ഇൻപുട്ട് നമുക്ക് എന്താ ഉള്ളത്, ഇവിടെ 0 ഉള്ളത്, പിന്നെ ഒന്ന് 0 ആണ്, 1. ഇതാണ് നമ്മുടെ കോമ്പിനേഷനിലെ. ഈ കോമ്പിനേഷൻ വന്നാൽ ഈ ആൻഡ് ഗേറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് 1 പ്രൊഡ്യൂസ് ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ. അപ്പം എ ഇൻപുട്ട് 1 കുഴപ്പമില്ല അല്ലേ. ആൻഡ് ഗേറ്റിന്റെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു, എല്ലാ ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ രണ്ടാമത്തത് 0. ഇതിന് ഞാൻ എ ബി സി ഡി ഇങ്ങനെയാണ് ഒരു ജസ്റ്റ് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ ഒരു മാർക്ക് കൊടുക്കുന്നു. ബി നേരെ കൊടുക്കുകയാണെങ്കിൽ ബിന്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. ഈ 0 നേരെ എടുത്താൽ ഈ ഔട്ട്പുട്ടിന്റെ ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്താവും, 0 ആയിരിക്കും. സോ നമ്മളവിടെ എന്ത് ചെയ്യണം, സർക്യൂട്ടിൽ ഇതിനെ 1 ആക്കണം. 1 ആക്കാൻ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഒരു നോട്ട് ഗേറ്റ് ഇവിടെ കൊടുക്കണം. സോ വി ഗിവ് എ നോട്ട് ഗേറ്റ് ഹിയർ ആൻഡ് നോട്ട്. അതേപോലെ തന്നെയാണ് സിന്റെ വാല്യൂ 0 ആണ്. അത് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്തിട്ട് വരും. ഓക്കെ, സോ ഈ ഇൻപുട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നുള്ളത് എന്താണ്, 1 ആണ്. 1 നമുക്ക് എന്തില്ല, നേരെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്താൽ എന്തില്ല, അവിടെ ഇക്വേഷൻ അല്ലെങ്കിൽ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് 1 ആയാൽ ഔട്ട്പുട്ട് എന്തായാലും 1 ആയിരിക്കും. സോ ഈ 1 ഞാൻ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാതെ നേരെ കൊടുത്തു. സോ ഈ ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, എ നേരത്തെ അല്ലേ, എ അതുപോലെ ബി ഇവിടെ എന്താണ്, നമ്മൾ ഒരു നോട്ട് ഗേറ്റ് വെച്ചിട്ട് നെഗേറ്റ് ചെയ്യുന്നുണ്ട് ബി ബാർ. സി നമ്മൾ നോട്ട് ഗേറ്റ് വെച്ചിട്ട് ഒരു നെഗേഷൻ എടുക്കുന്നത് സി ബാർ ആൻഡ് ഡി നേരെ ഇടുന്നതാണ് ഡി. സോ ഞാൻ ഈ 1001 എന്നുള്ളതിനെ എ ബി ബാർ സി ബാർ ഡി എന്നുള്ള രീതിയിലേക്ക് ഇക്വേഷൻ. അപ്പൊ ഈ ഒരു സർക്യൂട്ട് 1 ഇവിടെ 1 പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ ആ പ്രസൻസ് കാണിക്കുന്നത്. ഏതിന്റെ പ്രസൻസ്, 1001 എന്നുള്ള വാല്യൂ പ്രസന്റ് ആണോ ഇല്ലേ കാണിക്കുന്നത് എപ്പോഴാണ്, ഈ കോമ്പിനേഷൻ ഈ ഗേറ്റിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 വരണം. അപ്പൊ മാത്രമേ ഈ ഇൻപുട്ട് കോമ്പിനേഷൻ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഈ ഒരു പെർട്ടിക്കുലർ ഡീകോഡർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഡീകോഡർ ആണ്, ബൈനറി ഡീകോഡർ ആണ്, ബേസിക് ബൈനറി ഡീകോഡർ ആണ്. അതെന്താ ഡിറ്റക്ട് ചെയ്യുന്നുള്ളൂ, 1001 ഉണ്ടോ.
അതുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? 1 പ്രൊഡ്യൂസ് ചെയ്യും. ഇതല്ലാതെ വേറെ ഏത് കോമ്പിനേഷനുകളോട് കൊടുത്തു നോക്കാം. സപ്പോസ് 0 1 1 0 കൊടുത്തു നോക്കാം. സോ ഈ 0 നേരെ കൊടുത്തു ഔട്ട്പുട്ട് എന്താവും? 0. അല്ലെങ്കിൽ ഇത് തന്നെ 1 1 0 1 ഒരു ബിറ്റ് മാത്രം ചേഞ്ച് ചെയ്തു 0 കൊടുത്തു നോക്കാം. ഇവിടെ 1 പോയിട്ട് നെഗറ്റീവ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? 0. സോ ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എന്തായിരിക്കും? 0. ഔട്ട്പുട്ട് എന്താവും? 0. സോ ഈ ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോൾ മാത്രമാണ്? when its input comes 1 0 0 1. ഈ രീതിയിൽ വരുമ്പോൾ മാത്രം ഈ ഔട്ട്പുട്ട് എന്താവും? അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഡീകോഡർ, ഒരു ബേസിക് ബൈനറി ഡീകോഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഡീകോഡർ അല്ലെങ്കിൽ ബൈനറി ഡീകോഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഭാഗത്ത് ഏതെങ്കിലും ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു കോഡ് പ്രസന്റ് ആണോ നോക്കുക, ബൈനറി ബിറ്റ് പ്രസന്റ് ആണോ നോക്കുക. അത് പ്രസന്റ് ആണെങ്കിൽ അതിന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ലെവൽ കൊടുക്കും. അപ്പം ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു 1001 ആണ് നമ്മുടെ കോഡ്. ഈ കോഡ് വന്നാൽ മാത്രം, പ്രത്യേകം നോക്കി, ഈ കോഡ് വന്നാൽ മാത്രം ഈ ഗേറ്റ് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യും. ബാക്കി അല്ലാത്ത ഏത് കോമ്പിനേഷൻ വന്നാലും ഈ ഒരു സർക്കിൾ, ഈ ഒരു നമ്മുടെ ഡീകോഡർ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് 0 പ്രൊഡ്യൂസ് ചെയ്യും. 1 0 0 1 മാത്രം വന്ന് ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യും? 0 പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഒരു ബേസിക് ബൈനറി ഡീകോഡർ. മനസ്സിലാവുന്ന വിചാരിക്കുന്നു. നമുക്കിപ്പം ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 2 to 4, അതേപോലെ 2 to 4 ഡീകോഡർ, 3 to 8 ഡീകോഡർ, അതേപോലെ 4 to 16 ഡീകോഡർ. ഈ 3 ഡീകോഡേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതെങ്ങനെയാണ് വരുന്നതിന്റെ ട്രൂത്ത് ടേബിൾ, അത് സിംപ്ലിഫൈഡ് ഇക്വേഷൻ ആൻഡ് അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം. ഇതാണ് ഇനി നമുക്കുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന നമുക്ക് തൊട്ടടുത്തത് 2 to 4 ഡീകോഡർ എന്താണെന്നുള്ളതും അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 2 to 4 ലൈൻ ഡീകോഡർ, ഡീകോഡറിന്റെ എക്സാമ്പിൾ ആണ് 2 to 4 ലൈൻ ഡീകോഡർ ആണ്. അതായത് 2 ഇൻപുട്ട് ലൈനും അതേപോലെ 4 ഔട്ട്പുട്ട് ലൈനും. n by m ലൈൻ ഡീകോഡർ എന്ന് പറഞ്ഞാൽ 2/4 ലൈൻ ഡീകോഡേഴ്സ്, 2 ഇൻപുട്ട് ആൻഡ് 4 ഔട്ട്പുട്ട് ലൈൻ. അപ്പം ഈ ഡീകോഡർ ഒരു എക്സാമ്പിൾ ആണ്, ഡീകോഡറിന്റെ എക്സാമ്പിൾ ആണ്. അതെന്താ നോക്കും, അതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരുന്നു, അതിന്റെ ഒരു കെ മാപ്പും അതേപോലെ അതിന്റെ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു മോഡൽ. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ 2 ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തൽക്കാലം ഈ ഇൻപുട്ടിനെ എ അതുപോലെ ബി എന്ന് എടുക്കാം. ഓക്കെ, സോ 2 to 4 ലൈൻ ഡീകോഡറിൽ 2 ഇൻപുട്ട് എയും ബി ആക്കി എടുത്തു. ഞാൻ 4 ഔട്ട്പുട്ട്സിന് D0, D1, D2 and D3 ആണ്. 4 ഔട്ട്പുട്ട് ഉള്ളതിനാണ് ചെയ്തു D0, D1, D2, D3 എടുത്തു. ഇൻപുട്ട് ആയിട്ട് എയും ബിയും എടുത്തു. ഓക്കെ, ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നില്ലേ, കോമ്പിനേഷനിൽ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻപുട്ടും ഔട്ട്പുട്ടും എഴുതാം, അത് തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താൻ ട്രൂത്ത് ടേബിൾ വരയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് ഓർമ്മയുണ്ട് വിചാരിക്കുന്നു. സോ എനിക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും റിലേഷൻ കണ്ടെത്തണം. ഞാൻ എന്ത് ചെയ്യും, ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യും. സോ ഐ ഹാവ് 2 ഇൻപുട്സ് എ ബി, അതേപോലെ 4 ഔട്ട്പുട്ട്സ് ഉണ്ട് D0, D1, D2, D3. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ 2 ഇൻപുട്ട് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം 4 കോമ്പിനേഷൻസ് ആണ് വരിക ഔട്ട്പുട്ട്. 2 പവർ n നമുക്കറിയാം. ഏതൊക്കെ നോക്കാം. സോ 0 0 0 1 എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. 1 0 1 1 ഇതാണ് നമ്മുടെ ഇൻപുട്ട് കോമ്പിനേഷൻ. ഇനി ഇതിന് നമുക്ക് എന്ത് കിട്ടണം, ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് റിലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഇതിനും ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ 0 0 അതിന്റെ ബൈനറി അല്ലെങ്കിൽ ഡെസിമൽ ഇക്വലന്റ് എത്രയാണ്? 0 ആണ്. അപ്പം 0 0 എന്നുള്ള ഇൻപുട്ട് ആണ് നമ്മുടെ ഇൻപുട്സ് ഭാഗത്ത് വരുന്ന എയുടെയും ബിയുടെയും വാല്യൂ 0 0 ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞില്ല എന്താണ്
ഒരു ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സെൻസ് അല്ലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് കോമ്പിനേഷൻസ് ഇവിടെ ഇൻപുട്ട് കോമ്പിനേഷൻ 0 ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് ഉണ്ടാവും. അതേപോലെ 0 ആണെങ്കിൽ ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് കാണിക്കും. 10 വേറെ സ്പെസിഫിക് ഔട്ട്പുട്ട് ആൻഡ് 11 വേറെ ഒന്ന്, അങ്ങനെയാണ് കാണിക്കുക ഡീകോഡ്. അപ്പൊ ഞാനിവിടെ 0 ആണ് ഇതിന്റെ ഇൻപുട്ട് കോമ്പിനേഷൻ എങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കുന്നത് ഈ D0 വാല്യൂ 1 ആയിരിക്കും. സോ 4 ഔട്ട്പുട്ട് ഉണ്ടാവും എനിക്ക്. അത് 4 D0 എന്നുള്ളത് 1 കാണിക്കും, ബാക്കി എല്ലാം എന്ത് കാണിക്കും, 0. ഓക്കെ, അതേപോലെ 0 1 മീൻസ് അതിന്റെ ഡെസിമൽ വാല്യൂ 1 ആണ്. സോ D0 അവിടെ 0 വരും, D1 ന് 1 വരും, ബാക്കി എല്ലാം 0. 10 മീൻസ് ഡെസിമൽ വാല്യൂ 2 ആണ്. സോ D2 അവിടെ 1 വരും, ബാക്കി എല്ലാ ഔട്ട്പുട്ട് വാല്യൂസ് എന്തായിരിക്കും, 0 ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് 11 എന്നാൽ 3 ആണ് ഡെസിമൽ വാല്യൂ. സോ D3 ക്ക് 1 വരും, ബാക്കി എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ എന്ത് ട്രൂത്ത് ടേബിൾ. സോ എ ബി എന്നുള്ള ഒരു രണ്ട് ഇൻപുട്ട് എടുത്താൽ 4 ഔട്ട്പുട്ട് ആണ് D0 മുതൽ D3 വരെ, D0 D1 D2 D3 4 ഔട്ട്പുട്ട് ലെവൽസ്. ആൻഡ് ഓരോ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിന് നമുക്ക് എന്ത് കിട്ടും, ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് 1 ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, ബാക്കി എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. 0 ആണ് D0, 01 ആണെങ്കിൽ D1, 10 ആണെങ്കിൽ D2 ആയിരിക്കും, ആൻഡ് 11 ആണെങ്കിൽ D3 ആയിരിക്കും. ഇതിങ്ങനെയാണ് വരുന്നത്. സോ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് K-map മെത്തേഡ് ആണ്. അല്ലെ K-map വരെ രണ്ട് ഇൻപുട്ട് ആണുള്ളത്, എയും ബിയും രണ്ട് ഇൻപുട്ട്. ദെൻ നമുക്ക് 4 കോമ്പിനേഷൻസ് വരും, എക്കും ബിക്കും, എ ബി. K-map നമ്മൾ പഠിച്ചിട്ടുണ്ട് വിചാരിക്കുന്നില്ലേ, A bar A and B bar B. So 4 combinations are total here. A bar A അതുപോലെ B bar B എന്നുള്ളത്. So ഈ ഒരു കോമ്പിനേഷൻ A bar B bar ആണ്. ഫസ്റ്റ് കൺസെപ്റ്റിലെ A bar B bar. നമുക്ക് അറിയാവുന്നതാണ്. A bar B bar എന്നാൽ 0 0 മിൻ ടൈം ആണ് പറയുന്നത്. സോ ഏതാ ഔട്ട്പുട്ട് വരുന്നത്, D0 വരും. അതുപോലെ നെക്സ്റ്റ് ഇതൊരു 0 1 മീൻസ് A bar B ആണ്. A bar B ഇതാണ് ഇവിടെ ഔട്ട്പുട്ട് 1 വരുന്നത് എവിടെയാണ്, D1 ലാണ് ഔട്ട്പുട്ട് 1 വരുന്നത്, ബാക്കി എല്ലാം 0 ആണ്. സോ ദിസ് D1. നെക്സ്റ്റ് 10 മീൻസ് A B bar മിൻറ്റോ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ, A B bar ഏത് ഔട്ട്പുട്ട് D2 ആണ് വരുന്നത്. സോ ഇവിടെ D2 and 11 means AB ക്ക് വന്നിരിക്കും, D3 ആണ് വരുന്നത്. സോ D3. സോ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ടേംസ് ഒന്നും കിട്ടാനില്ല, A bar B bar എന്നുള്ളതൊന്നും കോമൺ ആയിട്ട് ഒന്നും കിട്ടാനില്ല. നമുക്ക് ഇതിൽ ഓരോന്നിനും ഒരു ഇക്വേഷൻ കാണണം. സോ D0 D1 D2 and D3 ഈ 3 ഔട്ട്പുട്ട് കോമ്പിനേഷൻ നമുക്ക് ഒരു ഇക്വേഷൻ കാണാൻ. ആ ഇക്വേഷൻ ആണ് നോക്കുന്നത്. D0 ആണെങ്കിൽ ഇത് കിട്ടും A bar B bar, D1 ആണെങ്കിൽ and A bar B, D2 A B bar വരും, and last D3 ആണെങ്കിൽ this A B. ഇങ്ങനെയാണ് ഇതിന്റെ ഓരോന്നിനും ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ എണ്ണം തിരിച്ചു അല്ലെ. കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ട്രൂത്ത് ടേബിൾ വെച്ച് റിലേഷൻ കണ്ടെത്തി ഓരോ ഔട്ട്പുട്ടിന് നമുക്ക് എന്ത് കിട്ടി, ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ NAND ഗേറ്റ് വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ് ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. NAND ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു 2 to 4 ലൈൻ ഡീകോഡറിനെ NAND ഗേറ്റ് വെച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ എന്തുണ്ട്, 2 ഇൻപുട്ട് ഉണ്ട്. അതിനെയാണ് A B രണ്ട് ഇൻപുട്ട് എടുത്തു. സോ ഇതിങ്ങനെ താഴെ പോയി ഇതിന്റെ ഒരു കോംപ്ലിമെന്റ് വരുന്നുണ്ട്. സോ ഒരു നെഗേഷൻ ലൈനും കാണുന്നില്ല.
അതേപോലെ ബി എന്നുള്ളതിന് ഒരു ലൈൻ വേണം. സോ ഒരു ബി ലൈൻ പോകും ഇവിടെ. അതേപോലെ ബിക്ക് ഒരു നെഗറ്റീവ് സൈഡ് പോകുന്നുണ്ട്. അപ്പം 2 ഇൻപുട്ട് ഇവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുണ്ട്, 4 ഔട്ട്പുട്ട് ആണ് ഇതിലുള്ളത്, D0, D1, D2, D3. ഈ 4 ഔട്ട്പുട്ട് ഞാൻ NAND ഗേറ്റ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ NAND ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ. NAND ഇംപ്ലിമെന്റേഷൻ ആണ് ഈ ഒരു NAND ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. സോ വി ഹാവ് 4 ഔട്ട്പുട്ട്. NAND ഗേറ്റ് ആയിരുന്നു അതിന്റെ കോംപ്ലിമെന്റ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് AND ഓപ്പറേഷൻസ് ആണ്. NAND ആകുമ്പോൾ ANDന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് NAND ഗേറ്റ് വേണമെങ്കിൽ AND ഗേറ്റ് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് AND ഗേറ്റ് തന്നെ ചെയ്യാം, കൺഫ്യൂഷൻ വേണ്ട. AND ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ. ഞാൻ 4 ഔട്ട്പുട്ട് ഇവിടെ വരയ്ക്കാണ്. This is D0, D1, D2 and D3. D0, D1, ഇത് D2, ഇത് D3. 4 ഔട്ട്പുട്ട്. അപ്പോൾ ഇതിന്റെ സർക്യൂട്ട് ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ D0യിലേക്ക് വരുന്നത് എന്താണ്? A0, B0. ദാറ്റ് മീൻസ് A ബാർ B ബാർ എന്നുള്ള ലൈനാണ് എന്ത് ചെയ്യുക, ഈ D0യിലേക്ക് വരുന്നത്. അപ്പം A ബാർ ഇവിടുന്ന് ഒരു ലൈൻ എടുക്കണം. സോ ഇവിടുത്തെ ലൈൻ നേരെ ഇവിടേക്ക് വരും. അതേപോലെ ബി ബാർ ആണ് വരുന്നത്. സോ ഇറ്റ് ഗിവ്സ് എ ബാർ ബി ബാർ. അതുപോലെ രണ്ടാമത്തെ ലൈൻ ഏതാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഔട്ട്പുട്ട് D1 ആണ്. D1 മീൻസ് 0, 1. എ ബാർ ബി ആണ് വരുന്നത്. സോ എന്റെ കോംപ്ലിമെന്റ് ആണ് വരുന്നത്. സോ എ കോംപ്ലിമെന്റ് വരും ആൻഡ് ബി കോംപ്ലിമെന്റ് അല്ല, നോർമൽ ഫോമിലുള്ള ബി ആണ് വരുന്നത്. എ ബി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് D2 ആണ്. ദിസ് D2. D2ന്റെ ഇൻപുട്ട് കോമ്പിനേഷൻ 1 0. 1 0 means A B bar. So it is coming from A and B bar. The last input combination is it is D3. D3 means 1 1 AB. Then do AB. So B will adupore A will. So ഇതാണ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. So D0 means A bar B bar and D1 means A bar B, D2 means A B bar and D3 A B. So ഇതാണ് ഈ ഒരു 2 to 4 ലൈൻ ഡീകോഡറിന്റെ ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ. സോ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു, അതിന് ഇൻപുട്ടും ഔട്ട്പുട്ടും എഴുതി, അതിന്റെ ട്രൂത്ത് ടേബിൾ വരച്ചു, അതിനെ സിംപ്ലിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ആ ഫോമിലേക്ക് മാറ്റാൻ K-മാപ്പ് വരച്ചു, അതിനൊരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തു, കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്തു. ഓക്കെ, ഇത് ആൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നാൻഡ് ഗേറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ ആക്റ്റീവ് ലോ എന്ന് പറയും. ഈ ഒരു കേസിനെയാണ് ആൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ തന്നെ ആക്റ്റീവ് ഹൈ എന്നാണ് പറയുന്നത്. ആക്റ്റീവ് ഹൈ. സപ്പോസ് ഇത് നാൻഡ് ഗേറ്റ് വെക്കുകയാണെങ്കിൽ ഇതെല്ലാം നെഗേഷൻ ആവും. ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കൂടെ വരില്ല. ഹാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ നോട്ട് ഗേറ്റ് ആണ്. സോ നാൻഡ് ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ ആണെങ്കിൽ ഇവിടെ എല്ലാം ഒരു ബബിൾസ് വരും. അതേപോലെ ഔട്ട്പുട്ട് എല്ലാം ഇതിന്റെ നെഗേഷൻ ആവും. അപ്പൊ അതിന് ആക്റ്റീവ് ലോ എന്ന് പറയും. നാൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ ആക്റ്റീവ് ലോ എന്നാണ്. ആൻഡ് ഗേറ്റ് വെച്ചിട്ടാണെങ്കിൽ ആക്റ്റീവ് ഹൈയും യൂസിങ് ആൻഡ് ഗേറ്റ് ആണ്. ഇവിടെ നാൻഡ് ഗേറ്റ് ആണെങ്കിൽ ആക്റ്റീവ് ലോ. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്.
അപ്പം ഈ ഒരു ബേസിക് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിലേക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് യൂസിങ് NAND ഗേറ്റിന്റെ ഒരു സിംപ്ലിഫൈഡ് സെറ്റ് ആയിട്ട്, അതായത് ഇത്രയും ഇന്റേണൽ കണക്ഷൻസ് കാണിക്കാതെ ഇങ്ങനെയും വരയ്ക്കാൻ പറ്റും. ദിസ് ഇസ് എ ബി ആൻഡ് D0 D1 D2 D3 ഫോർ ഔട്ട്പുട്ട്സ് ആണ്. ആൻഡ് എ ബാർ D0 എന്നാൽ എ ബാർ ബി ബാർ എ ബാർ ബി എ ബി ബാർ ആൻഡ് എ ബി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇക്വേഷൻ എല്ലാം ഇവിടെ വരും. സോ ഇന്റേണൽ കണക്ഷൻ, ഈ കണക്ഷൻസ് നമ്മൾ ഇത്രയും കണക്ഷൻസ് കാണിക്കാതെ ഒരു സിംപ്ലിഫൈഡ് മോഡൽ അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് സ്ട്രക്ചർ വരയ്ക്കുന്നതാണ് ഇവിടെ ഞാൻ കാണിച്ചത്. ഇത് യൂസിങ് AND ഗേറ്റ് ആണ്. AND ഗേറ്റ് ആകുമ്പോൾ അതിനെന്ത് പറയും? ദിസ് ആക്റ്റീവ് ഹൈ ആണ് വരും. ഇവിടെ D0 D1 D2 D3. D0 means A bar B bar D1 A bar B D2 A B bar and D3 A B. അതുപോലെ നേരെ തിരിച്ച് NAND ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് വരയ്ക്കുന്നതെങ്കിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്റ്റീവ് ലോ എന്നാണ് പറയാം. ആക്റ്റീവ് ലോ വേർഷൻ ആണ്. സോ ഇവിടെ എന്ത് ചെയ്യും? AND ഗേറ്റ് ഫോളോഡ് ബൈ എ നോട്ട് ഗേറ്റ് വരും. സോ ഔട്ട്പുട്ട് എല്ലാം എന്ത് ചെയ്യും? നേരത്തെ കിട്ടിയ എന്താണ് ഔട്ട്പുട്ട് അതിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും. സോ ഇവിടെ ഒരു D0 ബാർ D1 ബാർ D2 ബാർ ആൻഡ് D3 ബാർ. ഈ ഡയഗ്രാംസ് ഒന്ന് നോക്കാം. സോ ഇത്രയാണ് എക്സാക്ട്ലി എന്താണ് ഇന്റേണൽ സ്ട്രക്ചർ, ഇന്റേണൽ ഡയഗ്രാംസ് എല്ലാം കാണിക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? സിംപ്ലിഫൈഡ് ആയിട്ട് ഇന്റേണൽ കണക്ഷൻസ് കാണിക്കാതെ ഈ ഒരു സാധനം കാണിക്കാൻ. ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ട് ഇന്റേണൽ കണക്ഷൻസ് മാത്രം എഴുതിയിട്ട് എ ബി ഇൻപുട്ട് കൊടുക്കുക, കോംപ്ലിമെന്റ് കൊടുത്തു, AND ഗേറ്റ് വെച്ചിട്ടുള്ളതും ആൻഡ് NAND ഗേറ്റ് വെച്ചിട്ടുള്ളതും ആക്റ്റീവ് ഹൈയും ആക്റ്റീവ് ലോയും. ഓക്കെ, അപ്പം അതേപോലെ ഈ ഒരു ഇന്റേണൽ കണക്ഷൻ കാണിക്കാതെ ലോജിക് സിമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. രണ്ടെണ്ണം 2 to 4 ലൈൻ ഡീകോഡറിന്റെ ആക്റ്റീവ് ഹൈ, അതായത് AND ഗേറ്റ് വെച്ചിട്ടുള്ള ലോജിക് സിമ്പിൾ ആണ്. രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നു ആൻഡ് ഫോർ ഔട്ട്പുട്ട് ലൈൻ 0 1 2 3 ആൻഡ് 2 to 4 ലൈൻ ഡീകോഡർ. ഇതാണ് ഇതിന്റെ ലോജിക് സിമ്പിൾ കാണിക്കാം. ഇത് നേരെ തിരിച്ച് NAND ഗേറ്റ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് കാണിക്കും? ഇവിടെ ഒരു എക്സ്ട്രാ ബബിൾസ് വരും. ഡയഗ്രാം കാണുന്നത് ഒരു ബബിൾസ് വരും, കാരണം AND ഗേറ്റ് ഫോളോഡ് ബൈ എ നോട്ട് ഗേറ്റ് ആണ് NAND എന്ന് പറയുന്നത്. സോ ഇൻപുട്ടിന്റെ ഭാഗത്ത് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഔട്ട്പുട്ടിന്റെ ഭാഗത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 4 ബബിൾസ് വരും, അതായത് നോട്ട് ഗേറ്റ് വരും. ആൻഡ് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? നെഗേഷൻ 0 ബാർ 1 ബാർ 2 ബാർ 3 ബാർ. ഇതാണ് ഇതിന്റെ ലോജിക് സിമ്പിൾ. അപ്പോൾ ഇൻ ടോട്ടൽ 2 to 4 ലൈൻ ഡീകോഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 2 ഇൻപുട്ട് ആണ് ചെയ്ത് അതിന് എ ബി മാർക്ക് ചെയ്തു, 4 ഔട്ട്പുട്ട് D0 D1 D2 D3 മാർക്ക് ചെയ്തു നമ്മൾ. സോ ഇറ്റ് ഈസ് ഡിറ്റക്ടിങ് 2 ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസിങ് സ്പെസിഫിക് ഔട്ട്പുട്ട് ഫോർ ഈച്ച് ഇൻപുട്ട് കോമ്പിനേഷൻ. അല്ലെ, നമുക്കറിയാം 2 ഇൻപുട്ട് കോമ്പിനേഷൻസ്, 2 ഇൻപുട്ട് ആണെങ്കിൽ 4 കോമ്പിനേഷൻസ് ഉണ്ട്. ഈ ഓരോ 4 കോമ്പിനേഷൻസും കാണിക്കാൻ നമുക്ക് സ്പെസിഫിക് ആയിട്ട് 4 ഇൻപുട്ടുകൾ ഉണ്ട്. D0 D1 D2 D3. D0 for 0 0, D1 for 0 1 and D2 അങ്ങനെ. ആൻഡ് D3 ആണെങ്കിൽ 1 1 എന്ന് പറയും. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യും? സിംപ്ലിഫൈ ചെയ്യാൻ K-മാപ്പ് വരക്കുന്നു, അതിന് ഇക്വേഷൻ കിട്ടുന്നു. ദെൻ നമ്മൾ ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഇവിടെ ഡിസൈൻ ചെയ്യും. ഈ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഇങ്ങനെ വരച്ചാൽ നല്ലത്, ബെറ്റർ. ഇനി അത് കുറച്ചും കൂടെ വലുത്, ഇപ്പൊ 2 to 4 ആകുമ്പോൾ ഒക്കെ ഈ ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ഞങ്ങൾ വരക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി കുറച്ചും കൂടെ വലുതാണെങ്കിൽ, അതായത് നെക്സ്റ്റ് 3 to 8 അല്ലെങ്കിൽ 4 to 16 ഒക്കെ വരുമ്പോൾ ഈ ഇന്റർണൽ കണക്ഷൻസ് കാണിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രീതിയിലുള്ള ഒരു സിമ്പിൾ വരച്ചാൽ മതി, ഒരു സർക്യൂട്ട് വരച്ചാൽ മതി. ഇതിനെ ആക്റ്റീവ് ഹൈ NAND ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ, ആക്റ്റീവ് ഹൈ NAND ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ ആണ് ഇത് കാണിക്കുന്നത്. സോ ഇവിടെ ഈ ഇന്റർണൽ കണക്ഷൻസ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, അതിന് പകരം ബാക്കി എല്ലാം വഹിക്കുന്നു. എന്താണ് ഔട്ട്പുട്ട് കാര്യങ്ങൾ. ഇതേ സാധനത്തിന്റെ ആക്റ്റീവ് ലോ NAND ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇന്റർണൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഇന്റർണൽ കണക്ഷൻസ് ഒന്നും കാണിക്കാതെ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രം കാണിക്കും. വലിയ നമ്പർ അല്ലെങ്കിൽ വലിയ ഡീകോഡർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഈ സിമ്പിളിലേക്ക് പോയാൽ മതി. ദെൻ അതിന്റെ ലോജിക് സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. ആക്റ്റീവ് ഹൈ ലോജിക് സിമ്പിളും അതേപോലെ ആക്റ്റീവ് ലോ സിമ്പിളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് 3 to 8 ഡീകോഡേഴ്സ് ആണ്. ആ 3 to 8 ഡീകോഡർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് 2 to 4 ലൈൻ ഡീകോഡർ ആണ്. ഇനി ഒരു ഡീകോഡറിന്റെ വേറെ എക്സാമ്പിൾ ആണ് 3 to 8 ഡീകോഡർ. സോ 2 to 4 എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ടും 4 ഔട്ട്പുട്ട് ആയിരുന്നെങ്കിൽ 3 to 8 ലൈൻ ഡീകോഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ഇൻപുട്ട് ലൈൻസ്, 3 ഇൻപുട്ട് കോഡ് ഉണ്ടാവും ആൻഡ് 8 ഔട്ട്പുട്ട് കോഡ് ഫോർ ഈച്ച് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. ഓരോ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് കോഡിന് നമുക്ക് ഒരു സെപ്പറേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ലൈൻ ഉണ്ടാവും. സോ അതാണ് 3 to 8 ലൈൻ ഡീകോഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ
there is 3 input and 8 output lines. So 3 input combinations ഉണ്ടാവുമ്പോൾ തന്നെ അവിടെ നമുക്കറിയാം എന്തുണ്ടാവും 2 to power 3 8 different combinations ഉണ്ടാവും 2 to power 3 അങ്ങനെയാവുന്നത് 8 output lines സെപ്പറേറ്റ് ഓരോന്നിനും ഇൻഡിവിജ്വൽ വരുന്നു. ഓക്കെ, ഓരോ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിന്റെയും പ്രസൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 8 different output lines ഉണ്ടാവും. സോ ഈ ഇൻപുട്ട് ലൈൻസിനെ ഞാൻ എ ബി സി എന്ന് മാർക്ക് ചെയ്യാൻ തൽക്കാലം എ ബി സി. അതേപോലെ ഈ 8 ഔട്ട്പുട്ട് ലൈൻസിന് ഞാൻ നേരത്തെ നമ്മൾ D0 D1 D2 D3 കൊടുത്തു 4 ഔട്ട്പുട്ട് ലൈൻസ് ആയിരുന്നു. അതേപോലെ ഇവിടെ ഔട്ട്പുട്ട് ലൈൻസ് D0 D1 D2 D3 D4 D5 D6 and D7 എന്ന് കൊടുത്തു. സോ നമുക്കറിയാം കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്ത ഒരു സ്റ്റെപ്പാണ് ഞാൻ ഫോളോ ചെയ്തത്. നമ്പർ ഓഫ് ഇൻപുട്ട് കിട്ടി, ഔട്ട്പുട്ട് കിട്ടി, ദെൻ നമുക്ക് റിലേഷൻഷിപ്പ് കിട്ടണം ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ. അതിനു വേണ്ടി നമ്മളൊരു ട്രൂത്ത് ടേബിൾ ഡിസൈൻ ചെയ്യണം. ആ ട്രൂത്ത് ടേബിൾ ആണ്. അപ്പോൾ അതിലുള്ള ഇൻപുട്ട് ഞാൻ എ ബി സി മൂന്നെണ്ണാക്കി എടുത്തു. ഔട്ട്പുട്ടിന് D0 D1 അപ് ടു D7 വരെ 8 ഡിഫറെന്റ് ഔട്ട്പുട്ട് ലൈൻസ് കാണിച്ചു. ഈ ഓരോ കോമ്പിനേഷൻസും ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ലൈൻ അറ്റ് എ ടൈം ആക്റ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാം എന്തായിരിക്കും? സീറോയിലായിരിക്കും. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലെ ഒരു ടാബുലാർ ഫോമിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം 3 ഇൻപുട്ട് ആയതുകൊണ്ട് 8 ഡിഫറെന്റ് കോമ്പിനേഷൻസ് വരും. എയും ബിയും സിയും ആയിട്ട് 000 മുതൽ 111 വരെയുള്ള 8 കോമ്പിനേഷൻസ്. അപ്പൊ ആ കോമ്പിനേഷൻസിൽ ഓരോന്നിനും അറ്റ് എ ടൈമിൽ എന്തുണ്ടാവുള്ളൂ? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. ബാക്കി എല്ലാം എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, അറ്റ് ടൈം ഒന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആക്റ്റീവ് ആവുന്നുള്ളൂ. ബാക്കി എല്ലാം എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ ഇൻപുട്ട് കോമ്പിനേഷൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 and 1 1 1. ഇതാണ് നമ്മുടെ ഇൻപുട്ട് കോമ്പിനേഷൻ. സോ ഈ ടേബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് ഓരോ ഇൻപുട്ടിനും അല്ലെങ്കിൽ ഓരോ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിനും നമുക്ക് ഒരു സ്പെസിഫിക് ലൈൻ ഓഫ് ഔട്ട്പുട്ട് ആക്റ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാം എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ 0 0 0 ഡെസിമൽ ഇക്വലന്റ് 0 1 ഞാൻ D0 D മാത്രം ആക്റ്റീവ് ആക്കുകയും ബാക്കി എല്ലാത്തിനെയും എന്താക്കും? സീറോ ആക്കുകയും ചെയ്യും. അതേപോലെ D0 0 0 1 എന്ന് പറഞ്ഞാൽ D1 ആണ്. 1 ആക്റ്റീവ് ആക്കും. ബാക്കി എല്ലാം സീറോ മാർക്ക് ചെയ്യും. ആൻഡ് 0 1 0 2 ആണ് ഡെസിമൽ ഇക്വലന്റ്. സോ D2 1 ആവും. ബാക്കി എല്ലാം സീറോയിലേക്ക് പോകും. ആൻഡ് സോ ഓൺ. 3 D3 ആക്റ്റീവ് ആവും. ബാക്കി എല്ലാം സീറോ. ആൻഡ് 4 D4 1 ആവും. ബാക്കി എല്ലാം 0. 5 D5 1 ആവുകയും ബാക്കി എല്ലാം 0 ആവുകയും ചെയ്യും. 6 D6 0 ആവും. ബാക്കി എല്ലാം D6 1 ആവും. ബാക്കി എല്ലാം 0 ആവും. 1 1 1 7 ആണ്. സോ D7 എന്നുള്ളത് 1 ആവുകയും ബാക്കി എല്ലാം 0 ആവുകയും ചെയ്യും. സോ ഇതാണ് ഇതിന്റെ ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ സ്പെസിഫിക് കോമ്പിനേഷൻ ഒരു ഔട്ട്പുട്ട് മാത്രം 1 ആവും. ബാക്കി എല്ലാം ഇനാക്റ്റീവ് സീറോ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യാം. അല്ലെ, ഇവിടെ 0 0 ആണെങ്കിൽ D0 മാത്രം ആക്റ്റീവ്. അതായത് ഒരാൾക്ക് ഈ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് 3 to 8 കോമ്പിനേഷൻ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ 3 to 8 ലൈൻ ഡീകോഡർ നോക്കുകയാണെങ്കിൽ അയാൾക്ക് D2 എന്നുള്ള ലൈൻ 1 കിട്ടിയെന്ന് വിചാരിക്കാം. ഔട്ട്പുട്ടിൽ D2 എന്നുള്ള ലൈൻ 1 കിട്ടിയാൽ അതിനർത്ഥം എന്താണ്? സോ 0 1 0 എന്നുള്ളതാണ് അവിടെ ഇൻപുട്ട് പ്രസന്റ് ആയത് ആ പർട്ടിക്കുലർ ടൈമിൽ എന്തായിട്ട് കിട്ടും. അതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. സോ detecting the presence of some particular code in the input side. Input side ൽ വരുന്ന ഏതെങ്കിലും ഒരു കോഡിനെ നമ്മൾ ഇവിടെ ഡിറ്റക്ട് ചെയ്യാനാണ് ഈ ഡീകോഡർ ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞതാണ്. സോ ഈ ഒരു പാർട്ട് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന എന്ത് കാണും? നമുക്ക് ഇക്വേഷൻ കാണാം. ഓരോ ഔട്ട്പുട്ടിനുള്ള ഇക്വേഷൻ കാണാം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അതൊന്നും നമുക്ക് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, അതായത് 3 to 8 ലൈൻ ഡീകോഡർ
ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ ഓരോ ഔട്ട്പുട്ട് ലൈനും നമ്മൾ ഇൻപുട്ടിന്റെ കോമ്പിനേഷൻ ഒരു ഇക്വേഷൻ കിട്ടണം. സോ അതാണ് നെക്സ്റ്റ്. D0 മുതൽ D1, D2, D3, D4, D5, D6 and D7. സോ ഇൻപുട്ടിന്റെ കോമ്പിനേഷനിൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു ഇക്വേഷൻ കിട്ടും. D0 മീൻസ് 0 0 0 വരുമ്പോഴാണ് D0 ആക്റ്റീവ് ആവുന്നത്, ബാക്കിയെല്ലാം 0 ആണ്. സോ ഇത് ആക്റ്റീവ് ആവുന്ന കേസ് A ബാർ B ബാർ C ബാർ ആണ്. അതേപോലെ ഇത് ആക്റ്റീവ് ആവുന്നത് A ബാർ B ബാർ C, A ബാർ B C ബാർ അല്ലെ. D2 എന്ന് പറഞ്ഞാൽ ഇതാണ് 1 വരുന്നത്. സോ A ബാർ B C ബാർ അല്ലെ. സോ D3 എന്ന് പറഞ്ഞാൽ 3 ആണ്. A ബാർ B C വരും. Then 4 A B bar C bar, A B bar C, A B C bar and A B C. So ഇങ്ങനെ നമുക്ക് 8 ഡിഫറെന്റ് ഇക്വേഷൻ കിട്ടും ഫ്രം ദിസ് ട്രൂത്ത് ടേബിൾ അല്ലെ. ഓരോ ട്രൂത്ത് ടേബിളിലും ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ വന്നു വരുന്നത് ഓരോ ലൈനും. അതിനൊരു ഇക്വേഷൻ കിട്ടി. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല ഇതിൽ. സോ ഇതിന് ശേഷം നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി എന്താ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനാണ് വേണ്ടത്. സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ നമുക്കറിയാം 3 ഇൻപുട്ടും 8 ഔട്ട്പുട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റേണൽ കണക്ഷൻസ് കാണിച്ചിട്ടുള്ള ഡയഗ്രാം വരയ്ക്കാം. ഞാൻ നേരത്തെ 2 to 4 പറഞ്ഞപ്പോൾ കാണിച്ച പോലെ. അതല്ലെങ്കിൽ എന്ത് കാണിക്കാം? ഒരു ബോക്സ് പോലെ ഒരു ലോജിക്കൽ സിമ്പിൾ വരച്ചാൽ എന്ത് ചെയ്യാം? അത് ഫിൽ ചെയ്യാം. കുറച്ച് വലിയ സർക്യൂട്ട് ഒക്കെ ആകുമ്പോൾ 3 to 8 അതേപോലെ 4 to 16 നെക്സ്റ്റ് ലെവൽ 4 to 16 ആണ്. അതിനൊക്കെ നമുക്ക് ഇന്റേണൽ കണക്ഷൻസ് കാണിക്കാനില്ല. ഇൻപുട്ട് ലൈനും ഔട്ട്പുട്ട് ലൈനും കാണിച്ചാൽ മതി. സോ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു active low 3 to 8 decoder ആണ്. 3 to 8 decoder, 3 to 8 decoder using NAND gate. ലോ വരുമ്പോൾ ഒക്കെ എന്തായിരിക്കും? NAND gate ആയിരിക്കും. NAND gate ഉപയോഗിക്കാനുള്ള ഒരു റീസൺ നിങ്ങൾക്ക് അറിയാം അല്ലേ? യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. സോ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് NAND ഗേറ്റ് വെച്ചിട്ടുള്ള സർക്യൂട്ട് ആണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. സോ അതിൽ 3 ഇൻപുട്ടും 8 ഔട്ട്പുട്ടും കാണിക്കണം. മൂന്ന് ഇൻപുട്ട് ലൈൻസ് A, B and C. ഇതിന് ഓരോന്നിലും എന്തുണ്ടാവും? ഒരു നെഗേഷൻ ഉണ്ടാവില്ലേ? എവിടെയൊക്കെ അത് കാണിക്കാൻ വേണ്ടി നെഗറ്റീവ് കോംപ്ലിമെന്റ് ഫോമും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കാണിക്കണം. സോ A, B, C ആൻഡ് നമുക്ക് 8 ഡിഫറെന്റ് NAND ഗേറ്റ് ഇവിടെ കാണിക്കണം. 1 സോ ഈ ഓരോ NAND ഗേറ്റിലും ടോട്ടൽ 3 ഇൻപുട്ടുകൾ ഉണ്ടാവും. ഓരോന്നിനും കാരണം 3 ഇൻപുട്ട് ആണ് ഓരോന്നിനും. D0 ആണെങ്കിൽ A ബാർ B ബാർ C ബാർ എന്നതാണ്. അതേപോലെ ഓരോന്നിനും എന്തുണ്ടാവും? 3 ഇൻപുട്ട് കോമ്പിനേഷൻസ് വരും. And this is D0 bar. Since we are using NAND gate, ഇവിടെ ഒരു കോംപ്ലിമെന്റ് ചെയ്ത ഔട്ട്പുട്ടിൽ this is D1 bar, D2 bar, D3 bar and D4 bar, D5 bar, D6 bar and D7 bar. Complement ആണ് വരുന്നത്. So D0 ന്റെ കോമ്പിനേഷൻ നമുക്കറിയാം എന്താ ഇക്വേഷൻ? A bar B bar C bar. So A bar B bar C bar, A bar B bar C, A bar B C bar, A bar B C, A B bar C bar, A B bar C, A B C bar, then last one D7 A B C. ഇത് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, അതിനെ സെയിം ഇക്വേഷൻ ആണ് ഇവിടെ. ഓക്കെ, സോ ദാറ്റ് ഇട്ടാണ്. സോ ഇവിടെ ഇന്റേണൽ കണക്ഷൻസ്
or interconnections. So ഇത് ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ട്, അത് സെപ്പറേറ്റ് കാണിക്കുന്നില്ല, ഇങ്ങനെ എഴുതിയാലും മതി. സോ ഇതാണ് ഇതിന്റെ ഒരു സിംബോളിക് ഡയഗ്രാം അല്ലെങ്കിൽ ഡീകോഡർ കണക്ഷൻ എന്ന് പറയുന്നത്, ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി ഈ ഒരു കണക്ഷൻസിന്റെ ഒരു ലോജിക് സിംബലും കൂടെ വരച്ചാൽ നമുക്ക് ഈ ടോപ്പിക് കഴിഞ്ഞ് നമ്മൾ ഒരു ലോജിക് സിംബൽ ആണ് നെക്സ്റ്റ് വരയ്ക്കാൻ പോകുന്നത്. ലോജിക് സിംബൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രം കാണിച്ചാൽ മതി, ഇന്റർ കണക്ഷൻസും കൂടെ വേണ്ട, മാർക്കിംഗ് ഒന്നും വേണ്ട. 3 ഇൻപുട്ടുകളാണുള്ളത് and 8 different outputs. സോ ഓരോന്നും NAND ഗേറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. സോ ഇവിടെ ഒരു ബബിൾ കൊടുക്കണം നിങ്ങൾ NAND ഗേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. AND ഗേറ്റ് ആണെങ്കിൽ ഈ ബബിൾസിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് 0 bar, 1 bar, 2 bar, 3 bar, 4 bar, 5 bar, 6 bar and 7 bar, or D0 bar, D1 bar, D2 bar അങ്ങനെ D7 bar അങ്ങനെ ചെയ്യണം. ദിസ് ഈസ് ലോജിക് സിംബൽ. സോ ഇതാണ് ഒരു 3 to 8 ലൈൻ ഡീകോഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ വാട്ട് ഈസ് എ ഡീകോഡർ, എക്സ്പ്ലെയിൻ 3 to 8 ലൈൻ ഡീകോഡർ എന്ന് ചോദിക്കുക. അങ്ങനെ പറയുമ്പോൾ 3 to 8 ലൈൻ ഡീകോഡർ 3 ഇൻപുട്ട് 8 ഔട്ട്പുട്ട് എന്ന് എഴുതുക. 3 ഇൻപുട്ടിനാണ് ABC എന്ന് എഴുതി പറയുന്നു. ആൻഡ് ഔട്ട്പുട്ട്സ് ആണ് D0 മുതൽ D7 വരെ. ദെൻ അതിൽ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക ഇതേപോലെ. ഓരോ ഇൻഡിവിജ്വൽ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിന് നമുക്ക് ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് വേണം, അതാണ് ഇവിടെ കാണിക്കുന്നത്. D0 അല്ലെങ്കിൽ D1 ഓരോ സമയത്തും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഔട്ട്പുട്ടിൽ ആക്റ്റീവ് ആവുന്നുള്ളൂ, ബാക്കിയെല്ലാം എന്തായിരിക്കും 0 ആയിരിക്കും. സോ അതിനുശേഷം ഈ ഓരോ ഔട്ട്പുട്ട് ലൈൻസും നമുക്ക് എന്ത് വേണം, ഒരു ഇക്വേഷൻ കിട്ടണം, അതാണ് ഇവിടെ നമ്മൾ എഴുതിയത്. ഈ ഇക്വേഷൻ ആണ് നമ്മൾ നേരെ സർക്യൂട്ട് ഡിസൈനിലേക്ക് പോകുന്നത്. സോ ഒരു ഇന്റർ കണക്ഷൻസ് കാണിക്കാൻ നിർബന്ധമില്ല, അവിടെ എഴുതിയാൽ മതി. ABC 3 ഇൻപുട്ടും ആൻഡ് 8 ഡിഫറെന്റ് ഔട്ട്പുട്ടും ഉള്ള ഈ കോമ്പിനേഷൻസ്. ഇവിടെയുള്ള ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ്, അത് ഇവിടെ അതേപോലെ എഴുതാണ് ഞാൻ ചെയ്തത്. ഇതിൽ അതിലൊരു ലോജിക് സിംബലും വരും. ഇപ്പൊ ഇത്രയാണ് ഒരു 3 to 8 ലൈൻ ഡീകോഡർ എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ എക്സാമിന് അല്ലെങ്കിൽ തൊട്ടടുത്ത വേർഷൻ ആണ് എന്ത് 4 to എത്ര ഔട്ട്പുട്ട് ഇസ് 16, 4 to 16 ലൈൻ ഡീകോഡർ, 4 ഇൻപുട്ടും 16 ഔട്ട്പുട്ടും. സോ ഈ ഒരു ഡീകോഡർ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ഇതേപോലത്തെ ഇതേ പാറ്റേൺ തുടർന്നാൽ മതി. 4 ഇൻപുട്ട് ഉണ്ടാവും, ABC പോലെ ABCD ആവും, 16 ഔട്ട്പുട്ട്സ് ഉണ്ടാവും. അതിന് D0 മുതൽ D1, D2, D3 up to D15 വരെ വരും. ഓരോ ഇൻപുട്ട് കോമ്പിനേഷൻസിനും നമുക്ക് ഒരു വാല്യൂ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ, 1 ആയിട്ട് അത് മാർക്ക് ചെയ്ത് പോവുക. ദെൻ ഈ ഇക്വേഷൻ D0 മുതൽ D7 വരെയാണ് 3 to 8 വരിക, അവിടെ എത്ര വരും 15 വരെ വരും. അതായത് ടോട്ടൽ 16 ഔട്ട്പുട്ട് ലൈൻസ് ഇവിടെ കാണിക്കണം. സോ D0 മുതൽ D15 വരെ വരുന്ന ഇക്വേഷൻസ് കാണിക്കാം. ദെൻ നേരെ ഇതിലേക്ക് പോവാം, ഈ ഒരു കണക്ഷനിലേക്ക് പോവാം. ദെൻ അതിന്റെ ലോജിക്കൽ സിംബലിലേക്ക് പോവാം. യൂസിങ് NAND ഗേറ്റ് ആണ് എപ്പോഴും നല്ലത്, ആക്റ്റീവ് ലോ കേസ്. ഓക്കെ, അപ്പം ഇതൊന്നും നിങ്ങൾ ഇതിന്റെ നോട്ടായി കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതി വെക്കണം. ഓക്കെ, അപ്പം ഇത്രയാണ് ഡീകോഡേഴ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഡീകോഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രീഫിംഗ് ആണ്. എന്താണ് ഇറ്റ്സ് എ ഡീകോഡിംഗ് അല്ലെ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഡ് ഇൻപുട്ട് സൈഡിൽ വരികയാണെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ലൈൻ ഓരോന്നിനും കൊടുക്കും അല്ലെ. ഓരോ ഇൻഡിവിജ്വൽ ഇൻപുട്ട് കോമ്പിനേഷൻ വരുമ്പോഴും അതിനുണ്ടാവും ഒരു സ്പെസിഫിക് ഔട്ട് ലൈൻ കൊടുക്കും. സോ ഇതിന് നോർമലി നമ്മൾ N to M എന്താണ് പറയാ, ഡീകോഡേഴ്സ് എന്നാണ് പറയാം. N to M ലൈൻ ഡീകോഡേഴ്സ് എന്ന് പറയാം. N ഇൻപുട്ട് ലൈനും M ഔട്ട്പുട്ട് ലൈൻസും. എമ്മിന്റെ വാല്യൂ മാക്സിമം എത്ര വരും, 2 power n വരെ വരാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടാവും. സോ എമ്മിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 power n ആണ് അല്ലെ. ഒരു N to M ഡീകോഡർ എന്ന് പറഞ്ഞാൽ എമ്മിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 power n, മാക്സിമം 2 power n ഉം അതിൽ വരെ വരാൻ ചാൻസ് ഉള്ളതാണ് ഈ എമ്മിന്റെ വാല്യൂ. അപ്പം അങ്ങനെ ഒരു ഇതാണെന്ന് ഇത്. അതിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, 2 to 4, 3 to 8 and 4 to 16. ബേസിക്കലി മൂന്നെണ്ണങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. അത് ചിലപ്പോൾ എക്സാമിന് ഏതെങ്കിലും ചോദിക്കാറുണ്ട് ഡീകോഡർ എന്താണെന്നുള്ളതും വിത്ത് എക്സാമ്പിൾ. അപ്പം 2 to 4 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഇന്റർ കണക്ഷൻസ് കൂടെ കാണിച്ചിട്ട് വെക്കണം. ഓക്കെ, അപ്പം ഓരോന്ന് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ഡെഫിനിഷൻ എഴുതുക, ദെൻ ഏതാണോ ഡീകോഡ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എഴുതുക, ദെൻ അതിന്റെ ഇൻപുട്ട് എത്ര ഔട്ട്പുട്ട് എത്ര എഴുതുക, ഇക്വേഷൻസ് എഴുതുക, കണക്ഷൻസ് വരയ്ക്കുക, അതിന്റെ ലോജിക് സിംബൽ വരയ്ക്കുക. ഇത്രയും രീതിയിൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡീകോഡർ തൊട്ടടുത്ത് നമുക്ക് ടോപ്പിക്കിൽ എൻകോഡർ ആണ്, ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് ചെയ്യുന്നത്. അതും എങ്ങനെയാണ് നോക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ.
അപ്പം ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം ചോദിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.